നിങ്ങൾ കരുതിയോ ഇത് ഏതോ വലിയ വെഡ്ഡിംഗ് ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്? എങ്കിൽ ഇത് വെഡ്ഡിംഗ് ഫംഗ്ഷൻ എന്നല്ല കേട്ടോ. ഇതാണ് മലപ്പുറത്തുള്ള ഏറ്റവും വലിയ ഡെലിവറി ഹോസ്പിറ്റൽ. ഒരു വർഷം കൊണ്ട് 1000ന്റെ മുകളിൽ സുഖപ്രസവം കഴിഞ്ഞിട്ടുള്ള ഇത്തീസ് ഹോസ്പിറ്റൽ. ഇന്നിവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വരുന്നുണ്ട്. ഇത്തീസ് ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ സെറമണിയാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതുവരെ ഈ ഹോസ്പിറ്റൽ ഇനാഗുറേഷൻ ചെയ്യാതെയാണോ പ്രവർത്തിച്ചിരുന്നതെന്ന്. അങ്ങനെയല്ല, ഇത് ഗ്രാൻഡായിട്ട് ഒന്നും കൂടി ഇനാഗുറേഷൻ ചെയ്യുക, അത് മാത്രം. എനിക്കിവിടെ എന്തായിരിക്കും കാര്യം അല്ലേ? എൻ്റെ വൈഫ് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെയാണ് പ്രസവിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ സർവീസ്, അതൊരു രക്ഷയില്ലാത്ത സർവീസാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഫീലിംഗ് ഒരിക്കലും ഒരു ഹോസ്പിറ്റലാണ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് തള്ളലാണോ പൊക്കലാണോ ഒക്കെ നിങ്ങളും കണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്തീസ് ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ വരുന്നത് വേങ്ങര റോഡ്, കിഴക്കത്തലം, മലപ്പുറം. മുൻപ് ഇത് മാട്ടിൽ മാളായിരുന്നു. കുറെ തിയേറ്ററും ഷോപ്പിംഗ് കോംപ്ലക്സും തിയേറ്റർ ഇപ്പോഴും ഉണ്ട്. അതൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. സോ എന്തുകൊണ്ടും ഡെലിവറി മൊമെന്റ്സ് ഒരു അടിപൊളി മൊമെന്റ്സ് ആക്കി മാറ്റുക. അപ്പോൾ ഇതിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. നമ്മൾ രണ്ടാമതൊന്നുകൂടി വന്നതാണ്. നിങ്ങളിതിൽ ഈ ഹോസ്പിറ്റലിൽ എന്താണ് നിങ്ങൾക്ക് ജോലി? എൻ്റെ പേര് മുന്താസാണ്. ഞാനിവിടെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറായി വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇവിടുന്ന് ഇത് ഫസ്റ്റ് ആനിവേഴ്സറി ആണല്ലോ, ഗ്രാൻഡ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ വിളിച്ചതുകൊണ്ട് രണ്ടാമത് വന്നതാണ്. ഹോസ്പിറ്റൽ സർവീസ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഈ ഒരു ഷൂട്ട് റൂം തന്ന്, ഷൂട്ട് റൂം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാതിൽ അതിരെ ഒരുപാട് നല്ല എന്താ പറയുക നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടി. ഹോസ്പിറ്റലിൻ്റെ ഫീൽഡിലാണ് കിട്ടിയത്. അതെ അതെ. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ വരാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ പോകണം. നമ്മളൊരു വീട്ടിൽ നിൽക്കുന്നൊരു ഫീലിംഗ് ആണ് നമ്മളെ ഫാമിലിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയില്ല, പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു എന്താ പറയുക അങ്ങനെ. പിന്നെ 1000 സുഖപ്രസവം ഇവിടെ നടന്നു എന്ന് പറഞ്ഞു. 1000-ലധികം അല്ലേ? നമ്മളെ മലപ്പുറത്ത് തന്നെ 1000-ലധികം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ്, സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. ഇവിടെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കും പങ്കുചേരാൻ സാധിച്ചു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇവിടുത്തെ സർവീസ് എടുത്തു പറയേണ്ട സർവീസ് കേട്ടോ. അത് നമുക്ക് ഈ ഹോസ്പിറ്റൽ പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയേണ്ടത്. ഒരു ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം പറയാൻ വെച്ചാൽ ഒരു ഡെലിവറി വരുന്ന ആൾക്കാരുടെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, അത് ഇവിടെ ഒന്നും സത്യത്തിൽ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ റൂം, ഇതിപ്പോൾ ഒരു ഷൂട്ട് റൂമാണ്. നോർമൽ റൂമിലേക്ക് പോയി കഴിഞ്ഞാലും അത്യാവശ്യം ഇതുപോലെ തന്നെ, പക്ഷേ ഇതൊരു സെപ്പറേറ്റ് വേറെ റൂം ഉണ്ടാവും, പാർട്ടീഷൻ ചെയ്തിട്ട്. ഇതിങ്ങനെ സ്ലൈഡിങ് കേട്ടോ. ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് സെപ്പറേറ്റ് ഒരു റൂമാക്കി മാറ്റാം. പിന്നെ പ്രൈവസി, ഈ നമ്മുടെ മദർ കിടക്കാനുള്ള ബെഡാണ് ഈ കിടക്കുന്നത്. അഡീഷണൽ കൂടെ വരുന്ന ആൾക്കാർക്ക് ഒരു കിടക്കാനുള്ള ഒരു ബെഡ് വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആഡംബര ടോയ്ലറ്റാണ്. പിന്നെ TV ഫെസിലിറ്റി ഉണ്ട്, AC ഉണ്ട്, കബോർഡുകളുണ്ട്. പിന്നെ റൂമിൽ തന്നെ നമുക്ക് വാക്കം ഓപ്ഷൻ ഉണ്ട്, ഓക്സിജന് വാക്കം ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ റൂമിലുണ്ട്. ഈ ഫെസിലിറ്റി സൂട്ട് റൂമിൽ മാത്രമല്ല, നോർമൽ റൂമിലുണ്ടോ. പിന്നെ കുട്ടിക്ക് കിടക്കാനുള്ള തൊട്ടിലുണ്ട്. ഈ ചുടുവെള്ളത്തിന്റെ ഒരു ആവശ്യം വരുമല്ലോ, അപ്പൊ അതിന്റെ പുറത്ത് ആവശ്യമില്ല, റൂമിൽ തന്നെ സെറ്റപ്പ് ഉണ്ട്. സൂട്ട് റൂമുകളിലൊക്കെ നമ്മൾ റൂമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള റൂമുകളിലൊക്കെ നമ്മൾ ഫ്ലോറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് തൊട്ടതിനൊന്നും നമുക്ക് വേറെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രം ടോട്ടൽ സെറ്റിൽമെന്റ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ഈ ഷൂട്ട് റൂമിന്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ കുറച്ച് 59,000 രൂപയാണ്. നോർമൽ റൂമിന്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ 22 സംതിങ്. അതിൽ ഈ പറഞ്ഞ ഫെസിലിറ്റി എല്ലാം ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡെയിലി 2 പ്രാവശ്യം സർവീസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതാണ് അപ്പോൾ നമ്മളെ ലാബ് റൂമിൻ്റെ മെയിനായിട്ടുള്ള എൻട്രി വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററാണ് വരുന്നത്. സെയിം ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ലാബ് റൂം വരുന്നത്. സെയിം ആ ഭാഗത്തായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നമുക്ക് ലാബ് റൂം വന്നു. ലാബ് റൂമിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കയറാം കേട്ടോ. സാധാരണ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. നമുക്കിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലാബ് റൂമാണ് കൊടുത്തിട്ടുള്ളത്. ലാബ് റൂം 1, ലാബ് റൂം 2. ഈ 2 ലാബ് റൂമിൽ നമുക്ക് ഒരു പേഷ്യൻ്റ് ഡെലിവറി വേറൊരു പേഷ്യൻ്റ് കാണാത്ത വിധത്തിലുള്ള ലാബ് റൂമാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും സെയിം ഒരു ലാബ് റൂമാണ് ഉണ്ടാവുക.
ആ ലേബർ റൂമിൽ എല്ലാ ഡെലിവറിയും ഒരേ സമയത്താണ് നടക്കാറുള്ളത്. ഇതിപ്പം അവിടെ ഒരു വാർഡാണുള്ളത്. ആ വാർഡിൽ നിന്ന് പെയിൻ ആയിട്ട് വരുമ്പോൾ ആ പേഷ്യന്റിനെ ഓരോ ലേബർ റൂമിൽ സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് നമുക്ക് ഇല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലേബർ റൂമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്യൂട്ട് റൂം എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ എടുത്ത റൂം കണ്ടല്ലോ സ്യൂട്ട് റൂം, അങ്ങനത്തെ റൂം എടുക്കുമ്പോൾ പേഷ്യന്റിന് ഈ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സ്യൂട്ട് ഡെലിവറി ഉണ്ടാവും. ആ റൂമാണ് ഇത്. ഹസ്ബൻഡിനും പിന്നെ കൂടെ ബൈസ്റ്റാൻഡറിൽ നിന്ന് കാണാൻ പറ്റിയൊരു റൂമാണിത്. അപ്പോൾ ഏത് സ്യൂട്ട് റൂം എടുക്കുകയാണെങ്കിലും പേഷ്യൻ്റെ കൂടെ കിടക്കുമ്പോൾ പേഷ്യൻ്റെ കൂടെ പേഷ്യൻ്റെ ഹസ്ബൻഡിന് കയറി ഈ ലേബർ എല്ലാ ഫെസിലിറ്റിയും ഇപ്പോൾ പെയിൻ വരുന്ന ടൈമിലായാലും അവരുടെ മനസ്സിലാക്കാൻ പറ്റിയൊരു റൂമാണിത്. അതുപോലെ തന്നെ അവർക്ക് ടി വി കണ്ട് ആസ്വദിച്ച് ഡെലിവറി നടത്താനുള്ളൊരു ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഒരു ലാബ് റൂമിന്റെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഇത് ലാബ് റൂം കാണാത്ത ഒരുപാട് പേരുണ്ടാവും. പെണ്ണുങ്ങളെ ഒരു റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ സുഖപ്രസവമായാലും അവർ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ട്. നമ്മൾ സുഖപ്രസവം എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ, വേദന എത്രത്തോളം സഹിക്കുന്നുണ്ടുള്ളത് അത് പ്രസവിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആണുങ്ങൾ പുറത്തുനിന്ന് കണ്ട് ഇത് കാണുക, ആ ടെൻഷനെ ഒന്ന് അവരുടെ ആ ഫീലിംഗ് ഉണ്ടാവും. എങ്കിലും ഞാൻ ഒരു ലാബ് റൂം കണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ. ആ സിറ്റുവേഷൻ അപ്പോൾ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരിട്ട് കാണാനുള്ള സംവിധാനം നമ്മളെ മലപ്പുറത്തുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സാഹചര്യം നമുക്ക് ഒപ്പിച്ചതിൽ നല്ല താങ്ക്സ്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോർമൽ റൂം എടുക്കുമ്പോൾ ആ പേഷ്യന്റിന് ഈ റൂമിലായിരിക്കും ഡെലിവറി നടക്കുക. ഇതും സെപ്പറേറ്റ് ആണ് ഡെലിവറി നടക്കുക. കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഒരു ഡെലിവറി നടക്കുമ്പോൾ ഒരു ലേഡി മാത്രമേ ഇവിടെ ഉണ്ടാവുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെലിവറി ആയിരിക്കും അല്ലേ. മെഡിസിൻ സ്റ്റോറിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ആവശ്യം, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ മെഡിസിൻ്റെ ബില്ല് കൊടുക്കാറില്ലല്ലോ, ഡിസ്ചാർജ് ടൈമിൽ ഒറ്റൊരു ബില്ലാണല്ലോ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിൽ ലേബർ റൂം പറയുമ്പോൾ നമുക്ക് അത്രയും സീരിയസ് ആയി കാണേണ്ട ഒരു സ്ഥലമാണല്ലോ, എമർജൻസി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് NIC പുറത്തുനിന്നുള്ളൊരു എൻട്രി ഉണ്ട്. അപ്പോൾ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇൻകേസ് എന്തെങ്കിലും ബേബിക്ക് എന്തെങ്കിലും NIC എടുക്കേണ്ട ആവശ്യമോ അഥവാ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വരികയാണെന്നുണ്ടെങ്കിൽ ഇൻകേസ് ഈ ലേബർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ NIC സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ NIC ആണ് അതേപോലെ കിടക്കൂല. മെയിനായിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ ഏതൊരു കേസ് വന്നാലും നമ്മൾ എടുക്കും. അപ്പോൾ എന്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാലും നമ്മൾ എടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ തന്നെ ലേബർ റൂം അതുപോലെ തന്നെ സ്കാനിങ് സെൻറ്ററും ലാബൊക്കെ 24 hours വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫെസിലിറ്റി കൊണ്ട് നമ്മൾ വേറൊരു ഏത് പേഷ്യൻ്റ് ആണെങ്കിലും റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മുടെ ഈ ലാബ് റൂമിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. അതിലേക്ക് കടക്കാനുള്ള ഒരു ഇത് നമുക്കില്ല കേട്ടോ. അതാണ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് വരുന്നത്. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ, NIC, ലാബ് റൂം ഇങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു നോർമൽ റൂം. നോർമൽ റൂമിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു കബോർഡ് ഉണ്ടാവും, പേഷ്യന്റ് ബെഡ്, അഡീഷണൽ ഒരു ചെറിയ ബെഡ്, ഒരു ബൈസ്റ്റാൻഡ് പോർട്ടർ, അത്യാവശ്യം സ്പേസസ് ഉണ്ട്. എന്നാലും ഇതാണ് ഇവിടുത്തെ. പിന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ടാബിൾ ഉണ്ടാവും. പിന്നെ ഇതാണ് ഈ റൂമിന്റെ പ്രത്യേകത കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ പറഞ്ഞ പാക്കേജ് ഉണ്ടല്ലോ ഏകദേശം 22 സംതിങ് അല്ലേ. നോർമൽ ഡെലിവറി നോർമൽ ഫെസിലിറ്റിയിൽ 22. സെയിം ഈ റൂമിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് 24 hours ഡിസ്ചാർജും ആണ്. 24 hours ഡിസ്ചാർജ് ആണ്. സെയിം ഈ റൂമിൽ സിസേറിനാണ് വരുന്നതെങ്കിൽ 4 ദിവസത്തെ പാക്കേജ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 42 to 45 സിസേറിന്റെ എമൗണ്ട് വരുന്നത്. എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഓക്കെ, എന്തെങ്ങനെ ഒരുങ്ങി നിൽക്കണേ അൻ്റെതാണ് ഇപ്പോൾ ഇത് ബേബിൻ്റെ അല്ലേ? എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടോ? ഉണ്ടല്ലേ? ഇനി രണ്ടാമത് ജനിക്കുമ്പോൾ അമ്മ അങ്ങ് നോക്കട്ടാ. എൻ്റെ താത്ത കുട്ടിനെ എടുത്തേക്കണേ എന്നും ഇതേപോലെ കെയർ ചെയ്യാനാട്ടാ. ഇപ്പം മാത്രമേ പോരാ, എന്നും കെയർ ചെയ്യണം ഇതേപോലെ കേട്ടാ. ബിബുവാ കെയർ ചെയ്യില്ലേ? എന്നാ കുട്ടീനെ മാന്തി പൊളിക്കരുതിട്ടോ, ഇങ്ങനെ തൊട്ടിതാക്കിയതിട്ടോ. ചെല്ലു കുട്ടിയല്ലേ, ചെല്ലോ കൊണ്ടുപോവാ. ഇങ്ങോട്ട് കൊണ്ടുപോണ്ട് വീട്ടിൽ കൊണ്ടുപോണ്ടത് അതോ? നമ്മുടെ ഇത്തീസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡ് പാർക്കിംഗ് വരുന്നത്. നമ്മളെ കാർ അത് കാണണോ? അല്ലല്ല, നമ്മളതല്ല. നമ്മളതാണ് കരുതിയ കേട്ടോ. കാറ് കണ്ട
അപ്പോൾ ഇതാണ് നമ്മൾ മാഡം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. മാഡം ആദ്യം എംബേസിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ വേങ്ങര അല്ലേ? 97 മുതൽ ഗൈനക്കോളജിസ്റ്റ്. 97 മുതലുണ്ടല്ലേ? 97 മുതലാണ് ഗൈനക്കോളജിസ്റ്റ്. MBHൽ 2000 മുതൽ. എന്തായാലും വൈഫ് നല്ല ഹാപ്പിയാണ്. വൈഫിനെ പിന്നെ ആരെ സഹായിച്ചു തരണേ? ഏതൊരു സിസ്റ്റർ നല്ല ഹെൽപ്പ് ചെയ്ത് പറയുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് അവര്. ലേബർ റൂം സിസ്റ്റേഴ്സ് നല്ല, അവര് തന്നെ ഡെലിവറി ഒക്കെ എടുക്കാനൊക്കെ. പിന്നെ എന്താ പറഞ്ഞാൽ വൈഫ് ഫുള്ള് ഹാപ്പിയാണ്, ഡോക്ടറോട് എന്തും ചോദിക്കാം, നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ, കുറേ എൻക്വയറി ചെയ്തിട്ടാണ്. പല ഹോസ്പിറ്റലിൽ നമ്മൾ അറിയാത്ത ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ, പക്ഷേ മാഡത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ തന്നെ കാരണം. എക്സ്പീരിയൻസിനാണല്ലോ മെയിനായിട്ടുള്ള കാര്യം അല്ലേ? ഒബ്സ്റ്ററ്റിക്സിൽ കുറച്ചൊക്കെ അതെ, പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് എക്സ്പീരിയൻസ് വേണം. അതെ, കാരണം ഇങ്ങനത്തെ ഒരു കേസ് ആവുമ്പോൾ. എനിവേ താങ്ക്സ്, മറക്കില്ലായിരിക്കും. നല്ല പേഷ്യൻ്റും ആയിരുന്നു. അതെ അതെ, ഷി വാസ് വെരി ഗുഡ്. കാരണം ഡയറക്റ്റ് വെച്ചിട്ട് മുഖമായിട്ടാണ് കുട്ടി വന്നത്. അപ്പോൾ കുറച്ച് പ്രൊലോങ്ഡ് ആയിരുന്നു ലേബർ. അപ്പോൾ പേഷ്യൻ്റ് നല്ല എന്താ പറയുക, വേദന ഇല്ലാത്ത പ്രസവം വേണം അങ്ങനെ അവരൊന്നും പറഞ്ഞില്ല. ശരിക്കും ഭയങ്കര കൂളായിരുന്നു പേഷ്യൻ്റ്. എന്തായാലും ഈ നോർമൽ ഡെലിവറി സുഖപ്രസവം എന്ന് പറയാൻ പറ്റില്ലല്ലോ, മദർ നല്ല. എന്നാലും അത്ര പ്രശ്നമൊന്നുമില്ല, സ്റ്റിച്ച് കൂടുതലൊന്നുമില്ല. വാക്യൂം ഡെലിവറി ആയിരുന്നു. കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അത്ര വലിയ റിസ്കുകളല്ല. ഇല്ല, പേഷ്യൻറ്റിൻ്റെ സഹകരണം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് പ്രസവത്തിൽ. പിന്നെ 2ഉം 3ഉം പ്രസവമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവരോട് നിർത്താൻ പറയും. കാരണം അവർ അപ്പോൾ കഷ്ടപ്പെടുന്ന കണ്ടാലേ നമുക്ക് തോന്നും മതി, ആവശ്യത്തിന് കുട്ടികളൊക്കെ ആയാൽ മതി എന്ന് നമുക്ക് തോന്നും. ഭയങ്കര യങ്ങൊക്കെയാണ്, അപ്പോൾ ആ യൂത്ത് നിലനിർത്താനും പിന്നെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനും. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങളിവിടെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ, യോഗ. മറ്റേ ഇതിന് വേണ്ടിയിട്ട് ഗർഭത്തിലുള്ള യോഗയും അല്ലാതെയും PCOD, ഇൻഫെർട്ടിലിറ്റി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ്ങിനുള്ള ഡയറ്റും യോഗയും അവൈലബിൾ ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഒരു പെണ്ണിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ അവരുടെ പ്രഗ്നൻസി, അവരുടെ ഡെലിവറി. ആ സമയത്ത് കിട്ടുന്ന ഹാപ്പി, ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടുന്ന ഒരു ഹാപ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ്. അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലും കൂടിയാണ് ഇത്തീസ്. കാരണം സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഓപ്ഷനും ഇല്ല, നല്ല കിഡിലും സർവീസാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഇനി ഡെലിവറിക്ക് വരുന്ന ലേഡീസിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് ഒന്ന് എത്തിക്കുക. സ്ഥാപനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.